നല്ല മനോഹരമായ കണ്ടംപററി ബോക്സ് മോഡൽ ഡിസൈനിൽ പണിയെടുപ്പിച്ച ഒരു വീടാണ് ഈ കാണുന്നത്. 4.5 സെന്റ് ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് നല്ല ഡെക്കറേഷനിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ്. ഫ്രണ്ട് എഡ്ജിൽ നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഫുള്ളി ഇന്റർലോക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് തന്നിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. ടെറാക്കോട്ടയുടെ മെറ്റീരിയൽ വെച്ചൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലിവിംഗ് ഏരിയ തന്നിട്ടുണ്ട്. TV യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിലൂടെ കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടീഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ഡൈനിങ് ഏരിയയുടെ ഭാഗത്തും വന്നിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടർ ഏരിയ ഡൈനിങ് ഏരിയയ്ക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ ഡിസൈൻ വരുന്ന ഒരു ടൈൽ തന്നെയാണ് കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. ഈ വീട് കറക്റ്റായിട്ട് പണിയെടുപ്പിച്ചിരിക്കുന്നത് പേയാടിന് സമീപം പിടാരം എന്ന സ്ഥലത്താണ്. നല്ല മനോഹരമായ ഒരു ബെഡ്റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയ എല്ലാം റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന് താഴെയായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുവാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിന്റെ പണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട് സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ലൊക്കേഷൻ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം, ഒരു ഹാൾ, ഒരു ബാൽക്കണിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. വാൾഡ്രോബ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. ഈ ബാത്റൂമിലും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന അവസാനമായിട്ടുള്ള ബെഡ്റൂമാണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ ബാൽക്കണിയിലോട്ട് പോകാം. സ്റ്റീൽ ഫ്രെയിമിൽ ഒരു ഗ്ലാസ് ഹാൻഡിൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണി അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വീടുകളിൽ കാണാത്തതും റെയറായിട്ട് കണ്ടുവരുന്നതുമായ ഒരു സംഭവമാണ് വീടിനകത്തൂടെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ടെറസിലോട്ട് പോകുന്ന വഴി. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെയർസ് കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമുക്കിവിടെ ലഭ്യമാണ്. ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് നമുക്ക് ടെറസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട മനോഹരമായ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 78 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നിരിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. വീട് മേടിക്കാനുള്ള ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.